നമസ്കാരം, ഞാൻ റോസ്മേരി ആന്റണി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. പക്ഷേ ഈ അടുത്തിടയ്ക്ക് വായിച്ചൊരു ബുക്കിൽ പറയുന്ന ചില 5 ടെക്നിക്സുകൾ ചെയ്താൽ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ടുള്ള കുറച്ച് എളുപ്പവഴികൾ. ഡോക്ടർ ഗാറി ചാംബാൻ എഴുതിയ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമാണ് ദ 5 ലാംഗ്വേജസ് എന്നുള്ളത്. സ്നേഹബന്ധത്തിലായിരിക്കുന്ന പാർട്ട്നേഴ്സിന് സ്നേഹം എക്സ്പ്രസ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള 5 വഴികളാണ് ഈ പുസ്തകം പരിചയപ്പെടുന്നത്. അതായത് വേർഡ്സ് ഓഫ് അഫർമേഷൻ, ക്വാളിറ്റി ടൈം, ഫിസിക്കൽ ടച്ച്, ആക്ട്സ് ഓഫ് സർവീസസ്, റിസീവിംഗ് ഗിഫ്റ്റ്സ് എന്നിവയാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ കപ്പിൾസ് ഉപയോഗിക്കുന്ന ലാംഗ്വേജസ്. ആദ്യത്തേത് വേർഡ്സ് ഓഫ് അഫർമേഷൻ. സ്പോക്കൺ വേർഡ്സ് ഉപയോഗിച്ചും അല്ലെങ്കിൽ മറ്റൊരാളോട് അവർ ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ച് പറയുന്നതും അവരെ പ്രൈസ് ചെയ്യുന്നതും അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും ഒക്കെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മൾ അതോടൊപ്പം തന്നെ കൈൻഡ് വേർഡ്സ്, കുറേയും കൂടി കരുണയോടുകൂടി മറ്റുള്ളവരെ സംസാരിക്കുന്നതും ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ പാർട്ട്ണറെ എൻകറേജ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ ബൂസ്റ്റ് ചെയ്യുന്ന അപ്ലിഫ്റ്റ് ചെയ്യുന്ന ചില കോട്ട്സ് പറയുന്നതും ചില സ്നേഹത്തിൻ്റെതായ ലവ് നോട്ട്സ് പറയുന്നതും ചില നമ്മുടെ പാർട്ട്ണറിന് ഒരു നല്ല ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നതും ഇതെല്ലാം ഒരു വേർഡ്സ് ഓഫ് അഫർമേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ലവ് ലാംഗ്വേജസ് ആയിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളിൽ ഈ വേർഡ്സ് ഓഫ് അഫർമേഷൻ ഒരു വ്യക്തിയെ സ്നേഹമാണ്, ഐ ലവ് യു, ഐ മിസ് യു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ പറയുന്നതിലൂടെ മറ്റൊരാൾക്ക് സ്നേഹം മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മളായിരിക്കുന്ന ബന്ധങ്ങളിൽ ഈ വേർഡ്സ് ഓഫ് അഫർമേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ചെയ്യുന്നതിലൂടെ മറ്റൊരാൾക്ക് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാനും അതോടൊപ്പം ആ ബന്ധത്തിൽ കുറേയും കൂടി നിലനിൽക്കാനും അവരെ സഹായിക്കും എന്നുള്ളതാണ്. സെക്കൻഡ്, ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈമിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ പങ്കാളിയോടൊപ്പം ആയിരിക്കുമ്പോൾ അവരുടെ പൂർണ്ണമായ പ്രസൻസ് അനുഭവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ നമ്മളൊരു ക്വാളിറ്റി ടൈം നമ്മുടെ പാർട്ട്ണറിന് കൊടുക്കുന്നുണ്ടാവാം, എങ്കിൽ പോലും അവരെ പൂർണ്ണമായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഫോണും അല്ലെങ്കിൽ മറ്റ് സംഭാഷണങ്ങളും മാറ്റിവെച്ച് അവരെ കുറേ കൂടി കരുതലോടെ കാണാനും കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നതിലൂടെയും നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവരോട് സംസാരിക്കുന്നതും ഒക്കെ അവരെ പൂർണ്ണമായും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല സമയങ്ങളിലും കൂടി ഇരുന്നിട്ട് കാര്യമില്ല, അതൊരു ക്വാളിറ്റി ആയിട്ടാണോ അവർക്ക് കൊടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അൺഡിവൈഡഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതും ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ പാർട്ട്നേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മുടെ സെൽഫോൺസ്, കമ്പ്യൂട്ടർ ഇവ ഉപയോഗിക്കാതിരിക്കുക, അതോടൊപ്പം അവരെ തുറന്ന് കേൾക്കുക, കീപ്പിംഗ് ഐ ടു ഐ കോണ്ടാക്ട്, തോട്ട്ഫുൾ ഇൻട്രാക്ഷൻസ് എന്നിവയിൽ കൂടി നമുക്കൊരു മെച്ചോർഡ് ലവ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തത് ഫിസിക്കൽ ടച്ച്. ഫിസിക്കൽ ടച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് മോസ്റ്റ് പവർഫുൾ ലവ് ലാംഗ്വേജ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ സൈൻസ് ഓഫ് അഫെക്ഷനിൽ കൂടി സ്നേഹം അനുഭവിക്കുന്നത് വളരെയധികം നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അതോടൊപ്പം ഹാപ്പി ഹോർമോൺസ് കൂട്ടാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവർക്ക് നമ്മുടെ പാർട്ട്ണറിനെ കുറേയും കൂടി സ്നേഹത്തോടെ കിസ് ചെയ്യാനും അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അവരുടെ കൈകൾ ഒന്ന് പിടിക്കാനും കഡ്ൽ ചെയ്യാനും ഈവൻ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഇമോഷണൽ കണക്ടർ കൂടിയാണ്. അപ്പോൾ ഫിസിക്കൽ ടച്ചും നമ്മളൊരു ക്വാളിറ്റി ടൈം കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇതും കൂടി ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ആക്ട്സ് ഓഫ് സർവീസ്. അതായത് വിവിധ കാര്യങ്ങളിൽ നമ്മൾ പങ്കാളിക്ക് ചെയ്തു കൊടുക്കുന്ന ചെറുതും വലുതുമായ സഹായങ്ങളിൽ കൂടി സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയാണ്. ചിലപ്പോൾ അവർ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ബിസിയാണ് എങ്കിൽ നമ്മളും കൂടി കൂടിച്ചേർന്ന് അത് ചെയ്യണോ അല്ലെങ്കിൽ എൻ്റെ ഹെൽപ്പ് വേണോ, എനിക്ക് എങ്ങനെയാണ് സഹായിക്കാൻ സാധിക്കുക എന്നൊക്കെ ചോദിക്കുന്നതും നമ്മുടെ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല നമുക്ക് ഏതെങ്കിലും അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ പോലും നമുക്ക് വലിയ സൊല്യൂഷൻസ് ഒന്നും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും അവരോടൊപ്പമായിരിക്കുന്നത് അവരെയും കൂടി കുറേയും കൂടി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒന്നാണ്.
റിസീവിങ് ഗിഫ്റ്റ്സ്, പങ്കാളിയിൽ നിന്നും ലഭിക്കുന്ന സമ്മാനങ്ങളാണ് ഈ ലാംഗ്വേജ് ഇഷ്ടപ്പെടുന്നവരെ ഏറ്റവും കൂടുതൽ സംതൃപ്തരാക്കുന്നത്. അപ്പോൾ ചെറുതാണെങ്കിൽ പോലും ഒരു ചെറിയ ഗിഫ്റ്റ്സ്, ചിലപ്പോൾ ഒരു ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ചോക്ലേറ്റ് ആയിരിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റ്സ് നമ്മുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതും സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ലഭിക്കുന്ന സമ്മാനത്തിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ വിലയോ എന്നിവയേക്കാൾ കൂടുതൽ സമ്മാനം നൽകുന്ന വ്യക്തി അതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയം, സമ്മാനം തിരഞ്ഞെടുക്കാനും നൽകാനും എടുക്കുന്ന എഫേർട്ട് എന്നിവയ്ക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പങ്കാളിയായിരിക്കുമ്പോൾ വ്യത്യസ്തമായ പേഴ്സണാലിറ്റീസ് ഉള്ളവരാണ് അല്ലേ. നമ്മുടെ പങ്കാളിക്ക് എപ്പോഴും നമ്മുടെ സ്വഭാവമായിരിക്കണം നിർബന്ധമൊന്നുമില്ല. അതിനാൽ അവരെ പരസ്പരം സ്നേഹം നൽകുന്നതിനും ഒപ്പം സ്വീകരിക്കുന്നതിനും വിവിധ രീതികളിലായിരിക്കും. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനും സ്വീകരിക്കാനും പങ്കാളികൾ ഉപയോഗിക്കുന്ന ലവ് ലാംഗ്വേജസ് ഏതാണെന്ന് പരസ്പരം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത ബന്ധങ്ങളിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ബന്ധങ്ങളിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനും കൂടുതൽ കണക്റ്റഡ് ആവാനും ഒരുമിച്ച് വളരാനും ഈ 5 ലാംഗ്വേജസ് നമ്മളെ സഹായിക്കും. നിങ്ങളായിരിക്കുന്ന ബന്ധങ്ങളിലൊക്കെ കുറേയും കൂടി എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.